Hi all. Once again welcoming all to the Enlight IAS Toppers Talk. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് UPSC 2024 എക്സാമിനേഷനിൽ 603rd റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള അനുശ്രീ സത്യനാണ്. അനുശ്രീ ബേസിക്കലി ഇടുക്കിക്കാരിയാണ്. ഗ്രാജുവേഷൻ ചെയ്തത് SH തേവരയിലാണ്. BSc ഫിസിക്സിലായിരുന്നു. ഓക്കെ, സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അനുശ്രീയോട് നേരിട്ട് ചോദിക്കാം. ഓക്കെ, അനുശ്രീ, first of all, congrats for your success on behalf of Team Enlight. Thank you. So, എങ്ങനെയാണ് UPSC ജേർണി, എങ്ങനെയാണ് UPSC ജേർണിയിലേക്ക് വന്നത്? UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത് BSc ഫിസിക്സിലാണ്. ഗ്രാജുവേഷന് ശേഷം എൻ്റെ ഫൈനൽ എക്സാംസിന് ശേഷം ഒരു 10 ഡേയ്സിൽ ഞാൻ എൻലൈറ്റിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്തത്. അതിൽ പ്രിലിംസിൽ ചെയ്തത് സോഴ്സസ് ലിമിറ്റ് ചെയ്ത് PYQs അനലൈസ് ചെയ്ത് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് ടോപ്പിക്സിൽ നിന്ന് സെലക്ട് ചെയ്യാം, അത് ഏത് ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്യാം, അങ്ങനെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിന് ഞാനൊരു 1 ബുക്ക് എന്നുള്ള ഒരു രീതിയിൽ അത് ചൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ആയിരുന്നു ഓവർ ദ ടൈം സ്റ്റാർട്ട് ചെയ്ത്? ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിരുന്നോ? ഞാൻ പ്രിലിംസിൽ ഫസ്റ്റ് 2 പ്രിലിംസിലും ഞാൻ ഫെയിലായി. അതിനുശേഷം ഞാനൊരു 1 ഇയർ ബ്രേക്ക് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യ പോസ്റ്റിൽ 1 ഇയർ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ 3rd അറ്റംപ്റ്റ്. അതിനുശേഷമാണ്. സോ എങ്ങനെയാണ് ഇപ്പം പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സോ എങ്ങനെയായിരുന്നു അനുശ്രീയുടെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ എൻ്റെ ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സ് ആണ് എൻ്റെ ബെസ്റ്റ് അറ്റംപ്റ്റ്സ് ആയിട്ട് കൊടുത്തിരുന്നത്. ആ സമയം ഞാൻ എൻ്റെ ബേസ് കുറച്ച് സ്ട്രോങ് ആക്കാൻ തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വർക്ക് സ്പേസിൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എനിക്കൊരു 4 hours വർക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സമയം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻലി പ്രിലിംസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ ഇയർ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തു. പക്ഷെ എനിക്ക് മെയിൻ സ്റ്റേജിൽ ആൻസർ റൈറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസാണ്. അപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടാണ് ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ. സോ അനുശ്രീ പറഞ്ഞിട്ടുണ്ട്, അനുശ്രീക്ക് ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈവൻ GS നല്ല സ്കോർ ഉണ്ടായിരുന്നു. CSAT പേപ്പർ 2 ഫെയിൽ ആയിരുന്നു ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സിൽ. ഈവൻ ഫോറസ്റ്റ് കട്ട് ഓഫ് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു GS. സോ എങ്ങനെയായിരുന്നു CSAT ഒരു സ്ട്രാറ്റജി? പലർക്കും CSAT വലിയൊരു ഹേർഡിലാണ്. സോ എങ്ങനെയായിരുന്നു CSAT ടാക്കിൾ ചെയ്തിരുന്നത്? എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ ക്യാഷ്വലായിട്ട് എടുത്തു CSAT. ബിക്കോസ് PYQs ഒരു 4 years ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കട്ട് ഓഫ് തോന്നി. അപ്പോൾ ഞാൻ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, പഠിച്ചില്ല, പോയി എഴുതി. അപ്പോൾ അത് ഫെയിലായി. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് വരുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം ഒരു 6 months തന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ വീക്ക് ഏരിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അവിടെ മെയിൻലി ബിക്കോസ് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ അവിടെയും ഞാൻ എൻ്റെ കോർ മിസ്റ്റേക്ക്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ അത് ഞാൻ അപ്പോഴും മനസ്സിലാക്കിയില്ല. ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തു. ആ അറ്റംപ്റ്റിൽ എനിക്ക് CSAT വീണ്ടും ഫെയിലായി. അതുകൊണ്ട് എൻ്റെ 3rd അറ്റംപ്റ്റിലാണ് ഞാൻ എൻ്റെ കോർ മിസ്റ്റേക്ക്, അതായത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് കുറഞ്ഞു പോയിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 3rd അറ്റംപ്റ്റിൽ ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് സ്പീഡ് കൂട്ടി 40+ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിലാണ് ഞാൻ ക്ലിയർ ആയത്. ഓക്കെ, മാക്സിമൈസിങ് അറ്റംപ്റ്റ്സ് എന്നുള്ള സ്ട്രാറ്റജിയാണ് CSAT എന്നത്. അതെ. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സെക്കൻഡ് അറ്റംപ്റ്റിൽ ഓവർഡു ചെയ്തു. ബാലൻസ്ഡ് ആയിട്ട് വന്നപ്പോഴാണ്. അതെ, പലപ്പോഴും ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ CSAT ഇതാണ്. പലപ്പോഴും ഇപ്പം കോംപ്രിഹെൻഷൻ വരുമ്പോൾ കോംപ്രിഹെൻഷൻ ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ മടിക്കുന്നു. അത്തരത്തിലുള്ള കുറേ മിസ്കോൺസെപ്റ്റ്സ് ഉണ്ട്. അതാണ്. ഓക്കെ, സോ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് റൈറ്റിംഗ് സ്ട്രാറ്റജി? അതൊരു കോർ കോൺസെപ്റ്റ് ആണ്, നമ്മളുടെ ഏറ്റവും മേജർ ഒരു ഫേസ് ആണ്. സോ എങ്ങനെയാണ് റൈറ്റിംഗ് അഡ്രസ് ചെയ്തത്? എനിക്ക് റൈറ്റിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് റൈറ്റിംഗ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻലൈറ്റിൻ്റെ തന്നെ ലാസ്റ്റ് ലാബ് സെഷൻസ് ആണ് എടുത്തിരുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഒരു പാസ്റ്റ് 7 yearsലെ PYQസും അതുപോലെ തന്നെ സിലബസും കൂടെ നോക്കി അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതായത് മേജർ ടോപ്പിക്സ്, എക്കോണമി, ജോഗ്രഫി, പോളിറ്റിയൊക്കെ. അപ്പോൾ ആ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് ലാബ് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എൻലൈറ്റിൻ്റെ തന്നെ NMAP ടെസ്റ്റ് സീരീസും ചെയ്തിരുന്നു. അതെ, അതിൽ തന്നെ എൻ്റെ GS 1 ഷിനോ സാറാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. GS
ടൂവിലെ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ഏരിയാസും അതുപോലെ അങ്ങനെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ജോസഫ് സാറാണ് പറഞ്ഞു തന്നത്. പിന്നെ എസ്സേക്ക് മഹേഷ് സാറിൻ്റെ ഒപ്പം കുറേ സെഷൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫിലോസഫിക്കൽ എസ്സേസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ അതിൽ ഒരു കോർ ഐഡിയ മാത്രം എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പം സാറുമായിട്ട് ബ്രെയിൻ സ്റ്റോമിങ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്തിക്സിൽ എൻ്റെ മേജർ ഇഷ്യൂ, ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് കേസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം എക്സ്ട്രീം മൂവ്സാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അബു സാറാണ് അതിന് എൻ്റെ ആൻസേഴ്സിനൊന്നും ഹൃദയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അബു സാറിനെ ഡെയിലി കേസ് സ്റ്റഡീസ് എഴുതി കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് അതും ചെയ്തത്. ശരി ശരി, ഓക്കെ. സോ ഫിലോസഫി ആയിരുന്നു ഓപ്ഷൻ അല്ലേ? സോ ഫിസിക്സിൽ നിന്ന് ഫിലോസഫിയിലേക്ക്, സയൻസിൽ നിന്ന് ആർട്സിലേക്കുള്ളൊരു ട്രാൻസിഷൻ എങ്ങനെയാണ് ഫിലോസഫി ഓപ്ഷനിലേക്ക് എത്തിയത്? ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് ഫിസിക്സ് എടുക്കാമെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സിലബസ് പാർട്ടിലൂടെ പോയപ്പോഴാണ് മാസ്റ്റേഴ്സ് ലെവലിലുള്ള കുറേ ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ട്. ഗ്രാജുവേഷൻ ലെവലിൽ മാത്രമല്ല, അതൊരു 17 to 18 ബുക്സ് നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ അത്രയും കവർ ചെയ്ത് പിന്നെ അത് റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് UPSC ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിൽ ഫിസിക്സിന് മുകളിലായിട്ട് കിടക്കുന്നത് ഫിലോസഫിയാണ്. എനിക്ക് ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ സിലബസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം ഞാൻ സ്കൂളിൽ സാൻസ്ക്രിറ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ സാൻസ്ക്രിറ്റിൽ വരുന്ന കുറേ ടോപ്പിക്സ് ഇന്ത്യൻ ഫിലോസഫിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കീവേഡ്സ് ആയിട്ട് തന്നെ കണ്ടു. അപ്പൊ സാറിന്റെ ഓറിയന്റേഷൻ സെഷനിൽ പോയിരുന്നു. അതിനുശേഷം സാറിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഫിലോസഫി. പിന്നീട് പ്രിലിംസ് പാസ്സായതിനു ശേഷം സാറിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ ബേസിക് മെറ്റീരിയൽസ് ആയിട്ട് വെച്ചത്. ഒപ്പം PYQസും കൂടി അനലൈസ് ചെയ്ത് സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുശേഷം ആൻസർ റൈറ്റിങ്ങിലേക്ക് വന്നപ്പോൾ മാക്സിമം നമ്പർ ഓഫ് PYQs ഞാൻ സോൾവ് ചെയ്ത് സാറിനെ കാണിച്ച് റീറൈറ്റ് ചെയ്ത് ഈവൻ 5 to 6 ടൈംസ് ഒക്കെ ഞാൻ ഒരു ആൻസർ തന്നെ റീറൈറ്റ് ചെയ്ത് സാർ ഭയങ്കര പേഷ്യൻ്റ്ലി ആണ് അതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സ് തന്നിട്ടുണ്ട്. അങ്ങനെ സാറിൻ്റെ ടെസ്റ്റ് സീരീസ് തന്നെയാണ് എടുത്തത്. സോ സക്സസ്ഫുള്ളി മെയിൻസ് ക്ലിയർ ചെയ്ത ശേഷം പിന്നെയുള്ള ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വന്നപ്പോൾ, സോ ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഇപ്പോൾ ഡാഫ് ഫിൽ ചെയ്ത ടൈം തൊട്ട് ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എങ്ങനെയാണ്? ഡാഫ് ഫില്ലിങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മാഹിർ സാറും ജോസഫ് സാറും അബു സാറുമാണ്. അവർ തന്നെയാണ് എൻ്റെ ഹോബീസും അതുപോലെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒക്കെ വരുന്ന ആ കാറ്റഗറീസ് എല്ലാം ഫില്ല് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ളത്. കാരണം അതാണ് ഇൻ്റർവ്യൂവിൽ കുറച്ചും കൂടെ എംഫസൈസ്ഡായി ചോദിക്കാൻ ചാൻസ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിവിറ്റി നമുക്ക് കാണിക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയാസ്. അപ്പോൾ അതിൽ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് ഏറ്റവും ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഫേസ് ഇൻ്റർവ്യൂ ഫേസ് തന്നെയാണ്. അപ്പോൾ ഞാനതിൽ അതുകൊണ്ട് തന്നെ ഞാൻ പാനൽ മോക്സിനൊന്നും പോയിട്ടില്ല. ഞാൻ 1-1 സെഷൻ കുറച്ച് സെഷൻസ് മഹേഷ് സാറായിട്ട് എടുത്തിരുന്നു. അതിനുശേഷം എന്നിട്ടും ഞാനൊരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലേക്ക് ആയില്ലായിരുന്നു. ഞാനൊരു വൈവ പോലെയാണ് എൻ്റെ ഇൻ്റർവ്യൂസ് ഇനീഷ്യൽ സ്റ്റേജസിലുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി തന്നത് അബു സാറാണ്. അബു സാറുമായിട്ട് ഡെയിലി ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ 1-1 സെഷൻ എടുത്തിരുന്നു. അപ്പോൾ ടോപ്പിക് വൈസ് ആകുമ്പം ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കോൺവെർസേഷൻ മോഡിലേക്ക് എത്തും. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ 1-on-1 സെഷൻസ് എടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടുന്നുണ്ട്. അതെ, അതുകൊണ്ട് അതിനൊപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ കുറച്ച് കുറഞ്ഞു. അതുപോലെ അബു സാറിൻ്റെ ഒരു എഫേർട്സ് എൻകറേജ്മെൻ്റ് ഒക്കെയാണ് ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ആ ബോർഡിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അതിൻ്റെ റിസൾട്ട്സ് ഇൻ്റർവ്യൂ മാർക്സിലും ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ UPSC ജേർണിയിൽ എൻലൈറ്റ് ഒരു പാർട്ടായിരുന്നു അൻസ്രയുടെ. സോ എങ്ങനെയാണ് എൻലൈറ്റിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അൻസ്രയ്ക്ക് പറയാനുള്ളത്? എൻ്റെ ഒരു സ്കൂൾ ടൈം തുടങ്ങി ഞാൻ ഒരു 5 ഡിഫറെൻറ്റ് സ്കൂൾസിലായിട്ടാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കോളേജ്. അപ്പം എൻ്റെ വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എൻലൈറ്റ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇവർ ഓൾവേസ് ഒരു വെൽക്കമിങ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെയുള്ളവർക്ക്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മെൻറ്റേഴ്സും ഗോ ടു പീപ്പിൾ ഫോർ മീ. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ആൻസർ റൈറ്റിങ്ങിനാണെങ്കിലും അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സ് തരുന്ന കാര്യത്തിലും അല്ലാതെ. അതിനോടൊപ്പം ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ നോർത്തിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോഴും പറയാറുണ്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും റിജിഡായിട്ടുള്ള കണ്ടീഷൻസും
ആക്സസിബിലിറ്റി ഇല്ലായ്മയൊക്കെ ഒരു വിഷയമാണ്. ഓക്കെ. അപ്പം അതൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാം എനിക്ക് ഫാമിലി പോലെ തന്നെയാണ്. ചിത്ര ചേച്ചി, ടോം ചേട്ടൻ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ടീവാണ്. അതുപോലെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന അങ്ങനെ ഒരു സ്പേസ് ആണ് എൻലൈറ്റിലുള്ളത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു UPSC ജേണി കുറച്ചും കൂടെ ലൈറ്റ് ആക്കാൻ എൻലൈറ്റ് സഹായിച്ചിട്ടുണ്ട്. Okay, and Sri, and thanks for your time, and we wish you all success in your future endeavors. Okay, Thank you. thank you.